ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗ. 4 തരത്തിലാണ് യോഗയുള്ളത്. പ്രധാന 4 ക്ലാസിഫിക്കേഷൻ, വേറെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാൽ പ്രധാനപ്പെട്ടത് 4ആണ്. കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, രാജയോഗ. അതായത് ഭക്തിയുടെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക, കർമ്മത്തിന്റെ സെൽഫ്ലെസ് പ്രവൃത്തിയുടെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക, അറിവിന്റെ ജ്ഞാനത്തിന്റെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക, ധ്യാനത്തിന്റെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക. അതിനെയാണ് രാജയോഗ, റോയൽ പാത്ത് എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇത്. ഫിലോസഫിക്ക വേദാന്ത എന്നാണ് പുസ്തകത്തിന്റെ പേര്. സൈക്കോമെട്രിക്സ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ഈ 4 പാതകളിൽ കൂടി ഏതിലൂടെ പോയാലും ദൈവത്തിലേക്ക്, പരമമായ ചൈതന്യത്തിലേക്ക്, പരബ്രഹ്മത്തിലേക്ക്, പരമസത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥങ്ങളിലൊന്ന്. ഈ യോഗാ ദിനം ആഘോഷിക്കുമ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല. അത് വളരെ നല്ലതാണ്, ഫിസിക്കൽ എക്സസൈസ് വളരെ ഗുണം ചെയ്യും. എന്നാൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള തലത്തിൽ മനുഷ്യന്റെ വളർച്ചയ്ക്ക് യോഗ ആവശ്യമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരും യോഗയെ കൂടുതൽ അറിയാനും, അതായത് യോഗ പ്രീവേദിക്ക് കൂടിയാണ്, വേദകാലഘട്ടത്തിന് മുമ്പുള്ളതാണ് യോഗ. കാര്യം ഇൻഡസ് വാലി സിവിലൈസേഷനിലടക്കം യോഗിയായ ശിവന്റെ സീലുകൾ ലഭിച്ചു എന്നൊക്കെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ യോഗയെ അടുത്തറിയാനാകട്ടെ ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ അല്ലെങ്കിൽ ധ്യാനയോഗ, ഈ 4 പാതകളെയും ആഴത്തിൽ പഠിക്കാൻ നമുക്കാകട്ടെ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആശംസകൾ. അഥ യോഗാനുശാസനം, യോഗ ചിത്തവൃത്തി നിരോധ. മനസ്സിന്റെ, ബോധത്തിന്റെ, കോൺഷ്യസ്നെസിന്റെ പ്രവർത്തനങ്ങളുടെ തലത്തിനപ്പുറം പോകാനും ആ ചിത്തവൃത്തിയുടെ അപ്പുറം, നിരോധിക്കാവുന്ന വാക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ആ തോട്ട്സിനപ്പുറമുള്ള ഒരു തലത്തിലേക്ക് പോകാൻ നമുക്ക് ഏവർക്കും ആകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.